ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ അറഫയിൽ കാണാതായ മുഹമ്മദിനായി കാത്തിരിക്കുകയാണ്. മലപ്പുറം തിരുത്തിയാടുള്ള മുഹമ്മദിന്റെ കുടുംബം. മെയ് 22-ന് ഹജ്ജിന് പോയ മുഹമ്മദിനെ അറഫ ദിനത്തിൽ ജൂൺ 15-നാണ് കാണാതായത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കാനിരിക്കെ അറഫയിൽ വെച്ചാണ് മറിയം ബീവിക്ക് മുഹമ്മദിനെ നഷ്ടമായത്. ആ സമയത്ത് ഭർത്താവിനെ തിരഞ്ഞെങ്കിലും തൊട്ടടുത്തുള്ളവർക്ക് പോലും പരസ്പരം തിരിച്ചറിയാനാവാത്ത അവസ്ഥയായിരുന്നു. വരുമെന്ന പ്രതീക്ഷയിൽ ടെന്റിനു പുറത്തും അന്വേഷിച്ചു. ആ ദിവസങ്ങൾ മറിയം ബീവി ഓർത്തെടുക്കുകയാണ്. റാഹത്തായിട്ട് ഇവിടുന്ന് പോയി എല്ലാം ഞങ്ങൾ ഭംഗിയായി ചെയ്ത് അറഫയിൽ നിന്ന് അറഫേൻ്റെ ആ ടൈമിൽ ലാസ്റ്റ് ടൈമിലാണ് മിസ്സായിപ്പോയത്. പിന്നെ എവിടെ തിരഞ്ഞിട്ടും ചൂടുങ്ങൈമാരും ഞാനും ഒക്കെ കുറേ തിരഞ്ഞു. പിന്നെ എല്ലാവരും ഒരേ വേഷത്തിലാകുമ്പോൾ അറിയില്ല, അങ്ങനെ പോയതാണ്. എവിടാന്നൊന്നും അറിയില്ല ഇതുവരെ. എൻ്റെ മക്കൾ ഒക്കെ വന്ന് വലിയ മോനും ചെറിയ മോനും എൻ്റെ അടുത്തേക്ക് വിറ്റം തന്നെ വന്ന് പോലും അന്വേഷണമൊക്കെ നടത്തി. അതിലിപ്പനെ മാത്രം കണ്ടില്ല ഇതുവരെ. കുവൈറ്റിലുള്ള മൂത്ത മകൻ റിയാസും ഭാര്യയും കുവൈറ്റിൽ നിന്നും അറഫയിലെത്തി. എല്ലാ രീതിയിലും അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. ലഭ്യമായ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കി ഉപ്പനെ. അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ ആകാൻ സാധ്യത ഉണ്ട് എന്നുള്ള നിലയ്ക്കും എല്ലാ ഹോസ്പിറ്റലുകളും അവിടുത്തെ നഴ്സിംഗ് മറ്റു വളണ്ടിയേഴ്സൊക്കെ ചെന്നിട്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ റെക്കോർഡിക്കലി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ തിക്കിലും തിരക്കിലുമായിട്ട് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലൊക്കെ പോയി ലിസ്റ്റ് എടുത്തുകയപ്പം എവിടെയും മരിച്ച ലിസ്റ്റും ഉപ്പൻ്റെ പേരില്ല. അപ്പോൾ നിലവിൽ ഉപ്പ ഇവിടെ ലൈവായിട്ടുണ്ട്. അതെവിടെ എന്നുള്ളത് നിലവിൽ നമ്മളെ ഈ ഒരു സംവിധാനം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഒടുവിൽ വ്യാഴാഴ്ച നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. ഹജ്ജ് കമ്മിറ്റി വഴിയാണ് മുഹമ്മദും ഭാര്യയും ഹജ്ജിന് പോയത്. ഭർത്താവിനെ കണ്ടെത്താനുള്ള നടപടികൾക്ക് മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഹജ്ജ് കമ്മിറ്റിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ജൂൺ 15 മുതൽ അറഫയിൽ നിന്നും കൈവിട്ടുപോയ മുഹമ്മദിനെയും കാത്തിരിക്കുകയാണ് മറിയം ബീവിയും മക്കളും. മുഹമ്മദിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലും ഇവർ പ്രതീക്ഷിക്കുകയാണ്. തിരുത്തിയാട് നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.